വെൽക്കം ടു ദ മോഫങ്കു. ഇപ്പോൾ മൂകാംബിയ വ്ളോഗ് പാർട്ട് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് അമ്പല ദർശനമൊക്കെ കഴിഞ്ഞിട്ട് നാലമ്പലത്തിൻ്റെ വെളിയിലുള്ള കാഴ്ചകളാട്ടോ കാണാൻ പോകുന്നത്. നമ്മൾ ആദ്യം ഇവിടെ അമ്പലത്തിൽ വന്ന സമയത്ത് ഒരു പൂജ ഉണ്ടായിരുന്നു. നമ്മൾ ഇവിടുത്തെ തന്നെ മെയിൻ പൂജ കഴിക്കുന്ന ആൾക്കാരെ അടിക എന്നാണല്ലോ പറയുക. അപ്പോൾ മെയിൻ അടികയുടെ ശിഷ്യനാണ് നമുക്ക് പൂജയൊക്കെ ചെയ്തു തന്നത്. കുടുംബ പൂജ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള വിദ്യാപൂജയും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവർ തന്നെ ചിലങ്കിയും നമുക്ക് കൊണ്ടുപോയിട്ട് പൂജിച്ച് കൊണ്ടുവന്ന് തന്നു. അവർക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ മ്യൂസിക് ടീച്ചർക്ക് അറിയാവുന്നവരാണ് കേട്ടോ മെയിൻ അടിക. അപ്പോൾ അവർക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പകരം ശിഷ്യനാണ് അന്നത്തെ ദിവസം വന്നിട്ടുണ്ടായിരുന്നത്. കാരണം അവർ കുടുംബത്തിലാരോ മരിച്ചു എന്ന് പറഞ്ഞിട്ട് അവർക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ദർശനം കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറത്തെ ഇതെല്ലാം കാണുന്നത്. ഇത് സ്വർണ്ണരഥം, ദേവി എഴുന്നള്ളിക്കാൻ യൂസ് ചെയ്യുന്ന കേട്ടോ സ്വർണ്ണരഥം. ഞാൻ എപ്പോഴും പറയാം, വലിയ ആധികാരികമായിട്ട് ഒന്നും പറഞ്ഞു തരാനൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഞാൻ അത് കാരണം അല്ലാത്ത വിശേഷങ്ങൾ പറഞ്ഞു തരണത്. ഒരുപാട് ഐതിഹ്യങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അത് വലുതായിട്ട് പറഞ്ഞു തരാനൊന്നും അറിയില്ല. അങ്ങനെ ഇവിടെയൊക്കെ പ്രസാദം തരുന്ന കൗണ്ടർ കേട്ടോ. ലഡ്ഡു, പിന്നെ അതേപോലെ തന്നെ കൽക്കണ്ടം, ത്രിമധുരം ഒക്കെ അവിടെ നിന്ന് കിട്ടും. അങ്ങനെ പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പോയിട്ട് വന്നത്. നമ്മൾ ചിലങ്ക് പൂജിച്ചതിന് ശേഷം കുട്ടികളെ കൊണ്ട് അവിടെ സരസ്വതി മണ്ഡപത്തിൽ വെച്ചിട്ട് മോളാണെങ്കിലും ഡാൻസും ചെയ്തു. അതുപോലെ തന്നെ മോളും കൂടെ ടീച്ചറുടെ ഒപ്പം തന്നെ പാട്ടും പാടാൻ സാധിച്ചു. അതൊക്കെ വലിയ ഒരു അനുഗ്രഹമായിട്ട് കരുതണം. ഇത് ദേവി എഴുന്നള്ളിക്കുന്ന പല്ലക്കാണ് കേട്ടോ. ഇതല്ലാത്ത വേറൊരു രഥമുണ്ട്, എനിക്ക് തോന്നുന്നു ഉത്സവ സമയത്ത് യൂസ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരുപാട് പേര് അങ്ങനെയൊക്കെ പൂജ ചെയ്യിപ്പിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് ടീച്ചർ അവിടെ കൂടെ ഉണ്ടായിരുന്ന കാരണം എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് തീർക്കാൻ സാധിച്ചു. ഇതും ദേവി എഴുന്നള്ളിക്കുന്ന പല്ലക്ക് തന്നെ, വെള്ളി കൊണ്ടുണ്ടാക്കിയ. അപ്പോൾ പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ തന്ന പോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കണം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇതാ സരസ്വതി മണ്ഡപം. ഇനി ഇതിൻ്റെ ബാക്കി വ്ലോഗുകളും ഉടൻ തന്നെ ഉണ്ടാവും കേട്ടോ. മോളുടെ ഡാൻസ് എനിക്കിതിൽ കളിപ്പിച്ചത് എടുക്കണമെന്നുണ്ടായിരുന്നു, എടുത്തതാ അത്. പക്ഷേ ഷോർട്സിൻ്റെ ഷോർട്സിൻ്റെ ഇതിലായിപ്പോയി. ലോങ് വീഡിയോയുടെ പോലെയല്ല. അപ്പോൾ എനിക്കത് ഇടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവർ പാട്ട് പാടുന്നത് ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. നാട്ടിലുള്ളവർ ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നവർ ഹൈപ്പ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.